ഫ്രണ്ട്സ്, നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പെർമനൻറ്റ് വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെ നമുക്ക് നോക്കാം. സൂപ്പർവൈസർ വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സൂപ്പർവൈസർ തന്നെ ടെക്നിക്കൽ കൺട്രോൾ വിളിച്ചിട്ടുണ്ട്, പിന്നെ ജൂനിയർ ടെക്നീഷ്യൻ വിളിച്ചിട്ടുണ്ട്, ദെൻ ടെക്നീഷ്യൻ ഫിറ്റർ വിളിച്ചിട്ടുണ്ട്, ദെൻ ടെക്നീഷ്യൻ വെൽഡർ വിളിച്ചിട്ടുണ്ട്, ടെക്നീഷ്യൻ ഇലക്ട്രോണിക്സ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ വിളിച്ചിട്ടുണ്ട്, ദെൻ സൂപ്പർവൈസർ പിന്നെ വിളിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട്, പിന്നെ നമുക്ക് ഫയർമാൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 9 കാറ്റഗറിയുള്ള വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. അപ്പോൾ സൂപ്പർവൈസർ നിങ്ങൾക്ക് കൂടെ കാണാം, TO പ്രിൻറ്റിംഗ് ആണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ഫുൾ ടൈം ഡിപ്ലോമയാണ്. പ്രിൻറ്റിംഗ് ടെക്നോളജിയിലുള്ള ഫസ്റ്റ് ക്ലാസ് റൂട്ടിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്റിംഗ് ടെക്നോളജിയിലുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ, അതായത് BE BTech അല്ലെങ്കിൽ ഈ പറയുന്ന BSc ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 to 30 ആണ്. ഓക്കെ, 18 to 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏജ് കണക്കാക്കുന്ന ഡേറ്റ് 15/4/2024 ആണ്. അപ്പോൾ ഈ ഡേറ്റിലേക്ക് നമുക്ക് 18 to 30 ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, പിന്നെ ഡിവോഴ്സ്ഡായ വനിതകൾക്കും PWD കാൻഡിഡേറ്റ്സിനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിനടുത്ത് നമ്മൾ ടെക്നിക്കൽ കൺട്രോളാണ് സൂപ്പർവൈസർ. ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഫുൾ ടൈം ഡിപ്ലോമ എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രിൻറ്റിങ്ങിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉള്ളവർക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ട്രേഡിൽ, അതായത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, ഇതിൽ നിങ്ങൾക്ക് BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ നിങ്ങൾക്ക് BSc ഒക്കെ ഫസ്റ്റ് ക്ലാസ് കൂടി പാസ്സായ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റും സെയിം ആണ്, 18 to 30 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ അടുത്ത ജൂനിയർ ടെക്നീഷ്യൻ പ്രിൻറ്റിംഗ് ഓർ കൺട്രോളിലേക്കാണ്. ഇതിലേക്ക് നമുക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ IT ആണ് ഇതിൻ്റെ യോഗ്യത. NCVT ആണെങ്കിലും പറ്റും, SCVT ആണെങ്കിലും പറ്റും. അത് പ്രിൻറ്റിംഗ് ട്രേഡുകളായിട്ടുള്ള ലിത്തോ ഓഫ്സെറ്റ് മെഷീൻ മൈൻഡർ, അതുപോലെ ലെറ്റർ പ്രസ് മെഷീൻ മൈൻഡർ, ദെൻ അതുപോലെ ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ്, അതുപോലെ പ്ലേറ്റ് മേക്കിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ്, അതുപോലെ ഫുൾ ടൈം IT പ്ലേറ്റ് മേക്കർ കം ഇമ്പോസിറ്റർ, ഹാൻഡ് കമ്പോസിങ്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ട്രേഡുകൾ നിങ്ങളെ IT കഴിഞ്ഞവർക്ക് ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിൻറ്റിംഗ് ഓർ കൺട്രോളിലേക്കുള്ള വേക്കൻസികളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ടെക്നീഷ്യൻ പ്രിൻറ്റിംഗ് ഓർ കൺട്രോളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രിൻറ്റിംഗ് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ലിത്തോ ഓഫ്സെറ്റ് മെഷീൻ മൈൻഡറിലോ അല്ലെങ്കിൽ ലെറ്റർ പ്രസ് മെഷീൻ മൈൻഡറിലോ അല്ലെങ്കിൽ ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് അല്ലെങ്കിൽ പ്ലേറ്റ് മേക്കിങ്ങിലോ അല്ലെങ്കിൽ ഇലക്ട്രോ പ്ലേറ്റിങ്ങിലോ അതിൽ നിങ്ങൾക്ക് IT ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പ്ലേറ്റ് മേക്കർ കം ഇമ്പോസിറ്റിലോ അല്ലെങ്കിൽ ഹാൻഡ് കമ്പോസിങ്ങിലൊക്കെ IT ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 18 to 25 ആണ് ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. OBC ആണെങ്കിൽ 28 വയസ്സിൽ അപ്ലൈ ചെയ്യാം, SC/ST ആണെങ്കിൽ 30 വയസ്സിൽ അപ്ലൈ ചെയ്യാം, ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ അടുത്തത് ഇതിൽ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ പ്രിൻറ്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത് വരുന്നത് എഞ്ചിനീയറിംഗ് ആണ്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ ടെക്നീഷ്യൻ ഫിറ്റർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫിറ്ററിൽ IT ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 18 to 25 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ അടുത്ത് വരുന്നത് വെൽഡറാണ്. വെൽഡറിലേക്ക് നിങ്ങൾക്ക് വെൽഡർ ട്രേഡിൽ IT ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ അടുത്ത് വരുന്നത് ഇലക്ട്രോണിക്സ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ് ടെക്നീഷ്യൻ. ഇതിലേക്ക് ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷനിലോ IT കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഏജ് ലിമിറ്റ് വരുന്നത് 18 to 25 ആണ് കേട്ടോ ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ അടുത്ത റിസോഴ്സ് മാനേജ്മെൻറ്റിലേക്ക്, അതിൽ നിങ്ങൾക്ക് സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റിൽ വിളിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ നമുക്ക് ബിരുദാനന്തരം വരും, PG ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് മാത്രമല്ല അതിൻ്റെ കുറച്ച് കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഡിഗ്രി ലെവലിൽ ഇംഗ്ലീഷ് എടുത്ത് പഠിക്കുക അല്ലെങ്കിൽ ഹിന്ദിയോ സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ PG നിങ്ങൾ ഹിന്ദിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡിഗ്രിയിൽ ഇംഗ്ലീഷ് ആയിരിക്കണം പഠിച്ചിരിക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ PG ഇംഗ്ലീഷാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങൾ ഈ ഡിഗ്രി ലെവലിൽ ഹിന്ദി പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ രീതിയിൽ പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ആവുന്നതാണ്. അതോടൊപ്പം 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഹിന്ദി ടു ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷ് ടു ഹിന്ദിയിലേക്കും ഈ പറയുന്ന ട്രാൻസ്ലേഷനുള്ള എക്സ്പീരിയൻസും കൂടെ വേണം അതിലേക്ക്. 18 to 30 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിനടുത്ത് ഓഫീസ് അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് 55% മാർക്കോട് കൂടിയുള്ള ഗ്രാജുവേഷനാണ്. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, എനി ഗ്രാജുവേഷനാണ്. ഓക്കെ, നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം, അതുപോലെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷിൽ 40 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള സ്പീഡിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ഇംഗ്ലീഷിൽ ആണെങ്കിൽ 40, ഇനി ഹിന്ദിയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റ്, ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ, ഇംഗ്ലീഷ് ഓർ ഹിന്ദി മതി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 18 to 28 ആണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിനടുത്തത് ഫയർമാൻ ആണ്. ഇതിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഫയർമാൻ ട്രെയിനിങ്ങിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളടുത്ത് ഉണ്ടായിരിക്കണം. റെക്കഗ്നൈസ്ഡ് സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളടുത്ത് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഹൈറ്റ് 165 വേണം, ചെസ്റ്റ് 79 to 84 സെൻറ്റിമീറ്റർ വേണം. നമ്മുടെ വിഷനൊക്കെ കറക്റ്റ് ഫുൾഫിൽഡ് വിഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ കളർ ബ്ലൈൻഡ്നെസ്, സ്കിൻഡ് അതങ്ങനെ ഉള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. കോങ്കൺ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 18 to 25 ആണ് ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്.
ഇനി നമുക്കിതിൻ്റെ വേക്കൻസി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 15/3/2024 അപ്പോൾ വേക്കൻസി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് വേക്കൻസിയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം നമുക്ക് എന്താണ് ഈ പറയുന്ന ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ഇത്തരം എക്സാമുകളൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ സിലബസൊക്കെ ഏകദേശമൊക്കെ സെയിം ആയിരിക്കും, അങ്ങോട്ട് ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പഠിക്കാൻ. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൂപ്പർവൈസർ ഇതിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 2 വേക്കൻസിയാണ്. അതിൽ എനിക്ക് ജനറൽ വേക്കൻസിയിൽ എല്ലാ കാറ്റഗറിയും വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കാനില്ല. ജനറൽ വേക്കൻസിയിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് SC ST OBC ഒന്നും വേക്കൻസി ഇല്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വേക്കൻസിയുടെ എണ്ണമൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ്. ദെൻ സൂപ്പർവൈസർ ടെക് ആണെങ്കിൽ കൺട്രോൾ ആണെങ്കിൽ 5 വേക്കൻസി. ദെൻ സൂപ്പർവൈസർ ഓയിൽ ആണെങ്കിൽ അതിലൊരു വേക്കൻസി. ദെൻ ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ 12 വേക്കൻസി. ജൂനിയർ ടെക്നീഷ്യൻ ആണെങ്കിൽ 68 വേക്കൻസി. ടെക്നീഷ്യൻ ഫിറ്റർ ആണെങ്കിൽ 3 വേക്കൻസി. വെൽഡർ ആണെങ്കിൽ 1 വേക്കൻസി. ദെൻ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 വേക്കൻസി. ദെൻ ഫയർമാൻ 1 വേക്കൻസി. അപ്പോൾ ഈ വേക്കൻസിയിലൊക്കെ എന്താണ് ജനറൽ വേക്കൻസി ഉണ്ട്, അതിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഈ പറയുന്ന ടെക്നീഷ്യനുമായി ബന്ധപ്പെട്ട് 18,780 മുതൽ 67,390 അതിൻ്റെ ആ ഒരു സാലറി പേ സ്കെയിൽ വരുന്നത്. അപ്പം സൂപ്പർവൈസറൊക്കെ ആണെങ്കിൽ 25,600 മുതൽ 95,910. ദെൻ ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ 21,540 മുതൽ 75,160 കേട്ടോ വരുന്നത്. പിന്നെ എക്സ് സർവീസ്മാനും PWD കാൻഡിഡേറ്റ്സിനൊക്കെ റിസർവ്ഡ് വേക്കൻസികളവിടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആണ്. ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 15 മുതൽ നിങ്ങൾക്ക് ഏപ്രിൽ 15 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട് കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുന്നത് മെയ് ജൂൺ 2024 തന്നെ. മെയ് ജൂണിലൊക്കെ ഉടനെ തന്നെ എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് എക്സാമിനേഷൻ ഫീ വരുന്നുണ്ട്. 600 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ജനറൽ AWS OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ. SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് അപേക്ഷ ഫീസ് ആയിട്ടില്ല, എന്നാലും അവർക്ക് ഇൻറ്റിമേഷൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് 200 രൂപ എന്ത് ചെയ്യണം, അവർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അടയ്ക്കണം കേട്ടോ. ഓക്കെ, ഇനി സെലക്ഷൻ പ്രൊസീജിയറാണ്. ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിരിക്കും. ഇപ്പോൾ സൂപ്പർവൈസർ എന്ന് പറയുന്ന TO പ്രിൻറ്റിംഗ് ടെക് കൺട്രോളിലേക്ക് ആണെങ്കിൽ പാർട്ട് എയും പാർട്ട് ബി ഉണ്ടാവും. പാർട്ട് എയിൽ ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, അതുപോലെ മറ്റേ പാർട്ട് ബിയിൽ ടെക്നിക്കൽ സബ്ജക്റ്റ് ആയിരിക്കും വരിക. നമ്മൾ ഏതാണോ ഡിസിപ്ലിൻ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ആണ് വരിക. ഇനി ഈ പറയുന്ന ജൂനിയർ ടെക്നീഷ്യനിൽ പ്രിൻറ്റിംഗ്, കൺട്രോൾ, ഫിറ്റർ, വെൽഡർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് ഫയർമാൻ ഒക്കെ ആണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് പാർട്ട് എ ഉണ്ടാവും. ഇതൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആയിരിക്കും. പാർട്ട് എയിൽ ജനറൽ അവയർനെസ്, അരിത്മെറ്റിക് എബിലിറ്റി, ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. ദെൻ പാർട്ട് ബിയിൽ ടെക്നിക്കൽ സബ്ജക്റ്റുകളാണ് വരിക. ഓക്കെ, അങ്ങനെ 120 ക്വസ്റ്റ്യൻ, 180 മാർക്ക്, 120 മിനിറ്റാണ് ടോട്ടൽ ഡ്യൂറേഷൻ. പിന്നെ സൂപ്പർവൈസർ OL ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അതിൻ്റെ സിലബസ് മീൻസ് അതിൻ്റെ സ്കീം കൂടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ അവർക്ക് 2 ഫേസ് ആയിട്ടാണ് നടക്കുക. ഫേസ് 1 എന്താണ് ഈ പറയുന്ന ഇംഗ്ലീഷ് ആ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും. 40 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ഈ പറയുന്ന ഓൺലൈൻ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ആദ്യം ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകും. അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓൺലൈൻ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലൈൻ ടെസ്റ്റിൻ്റെ സ്കീം കൂടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് സിലബസ് ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഫയർമാൻ ആണെങ്കിൽ അത് അവർ എക്സാം ഒക്കെ കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന ഫിസിക്കൽ ടെസ്റ്റും പാടെ ഉണ്ടായിരിക്കും കേട്ടോ. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഓൺലൈൻ എക്സാമിനേഷൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ചെന്നൈയിൽ, ബാംഗ്ലൂരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഹൈദരാബാദ്, മുംബൈ, കൊൽക്കത്ത, ന്യൂഡൽഹി ഇവിടെയൊക്കെയാണ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, നമുക്ക് കേരളത്തിൽ എക്സാം സെൻറ്റർ ഇല്ല. നിങ്ങൾക്ക് അവിടെയൊക്കെ പോയിട്ട് എക്സാം എഴുതാൻ വില്ലിംഗ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ. ഓക്കെ, പിന്നെ നിങ്ങൾ സിഗ്നേച്ചർ ആണെങ്കിൽ ബ്ലാക്കിംഗ് കൊണ്ട് വൈറ്റ് പേപ്പറിൽ കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ഫയൽ സൈസൊക്കെ കൂടെ പറയുന്നുണ്ട്, നിങ്ങൾ അതിനനുസരിച്ചുള്ള ഫയൽ സൈസ് ആയിരിക്കണം. പിന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ വേണം, ഒരു വൈറ്റ് പേപ്പറിൽ. ആ ഡിക്ലറേഷൻ ഇതേപോലെ നിങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതുക കേട്ടോ. ഈ വാചകം ഇവിടെ നിങ്ങളുടെ പേര് ചെയ്ത് അത്രയേ ഉള്ളൂ. ഇതേ സെയിം മാറ്റങ്ങളൊന്നും വരുത്താൻ പാടില്ല, സെയിം ടേം ആയിരിക്കണം കേട്ടോ. അതേപോലെ ഇതാ എന്നിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഇതാ ഓരോന്നിൻ്റെ ഇപ്പോൾ ഇത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സൂപ്പർവൈസറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പോസ്റ്റിലേക്കുള്ള അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം സൂപ്പർവൈസർ TO പ്രിൻറ്റിങ്ങിൻ്റെ ടെക്നിക്കൽ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള സിലബസ് ആണ്. അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതൊക്കെ ഇതിൽ എല്ലാത്തിൻ്റെ സിലബസ് ഇതിലുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, എല്ലാം ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ ലിങ്കൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരുന്നതാണ്. ഓക്കെ, പിന്നെ SC ST OBC അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി രീതിയിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, അവർ തയ്യാറാക്കണം. OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് അവർ തയ്യാറാക്കേണ്ടത് കേട്ടോ. അതിൻ്റെ മാതൃകകളൊക്കെ ഇതിലുണ്ട്, ജസ്റ്റ് ഞാൻ കാണിക്കാം. ഓക്കെ, SC ST ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. അതേ സെയിം മാതൃക ആയിരിക്കണം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയിട്ടോ. OBC ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണ്. OBC കാൻഡിഡേറ്റ്സ് സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റും പാടെ അതിൻ്റെ ഇതും പാടെ ഇത് നമ്മൾ തന്നെ ഫില്ല് ചെയ്യണം. ഇതും പാടെ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെക്കണം. നമ്മൾ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്തൊക്കെ നമുക്ക് വേണം. ഓക്കെ,
പിന്നെ EWS കാൻഡിഡേറ്റ്സ് തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റ് മാതൃകയാണ്. പിന്നെ PWD കാൻഡിഡേറ്റ്സിനുള്ള സർട്ടിഫിക്കറ്റ് മാതൃക ഇതിലുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞ ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മുടെ IBPS ത്രൂ ആണിത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈറ്റിലേക്കാണ് നമ്മളിവിടെ എത്തുക. അപ്പോൾ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ഓഫ് വാരിയസ് പോസ്റ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് പ്രസിൻ്റെ ആ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം, ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. മീൻസ് നമ്മൾ അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഫില്ല് ചെയ്യുക. ഓക്കെ, ഫോട്ടോ, സിഗ്നേച്ചർ, ഡീറ്റെയിൽസ്, പ്രിവ്യൂ, അപ്ലോഡ്, ദെൻ പേയ്മെൻറ്റ് ലാസ്റ്റ്. നിങ്ങൾക്ക് ATM കാർഡൊക്കെ യൂസ് ചെയ്ത് UPI ഒക്കെ യൂസ് ചെയ്ത് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ സ്റ്റെപ്പും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇത് IBPSൻ്റെ ഫോം എല്ലാം സെയിം ഫോമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പല നോട്ടിഫിക്കേഷൻ്റെ വീഡിയോസിലും ഈ ഫോമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. നിശ്ചിതമായുള്ള സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് തന്നെ മൊബൈൽ യൂസ് ചെയ്ത് വളരെ ഈസി ആയിട്ട് ഫില്ല് ചെയ്യാവുന്ന ഫോമാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോ ഇടണമെങ്കിൽ നമ്മൾ ഇടാം. കൂടുതൽ കമൻറ്റുകൾ വരികയാണെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.